നമുക്ക് വന്നൊരു കമൻറ്റാണ് കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്തിട്ടതാ, ഒന്ന് വായിച്ചു നോക്കി, ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഒരു പക്ഷേ നിങ്ങൾ പല ആളുകൾക്ക് ഇത് കണക്റ്റ് ആവും. ബ്രോ, ഞാൻ BCom സ്റ്റുഡൻ്റാണ്. +2 സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാതും ഞാൻ മലയാളത്തിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ BComൽ എല്ലാ തിയറിയും ഇംഗ്ലീഷിൽ പഠിക്കാൻ എളുപ്പമല്ല. ബാക്കി കുട്ടികൾ കൂടുതൽ കൂട്ടുകാരൊക്കെ 7-8 ക്വസ്റ്റ്യനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ സാർ ഉൾപ്പെടെ, പ്രത്യേകം ശ്രദ്ധിക്കണടാ, അവനെ പഠിപ്പിക്കുന്ന മാഷ് ഉൾപ്പെടെ എല്ലാവരും എന്നെ ഒന്നും അറിയാത്ത ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. പഠിക്കാൻ വളരെ കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ തന്നെ പഠിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. എന്ത് ചെയ്യാം? ഈ പ്രശ്നം അല്ലെങ്കിൽ ഇതുപോലത്തുള്ളൊരു പ്രശ്നം നേരിടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കമൻറ്റാണ്. നിങ്ങൾ ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള ഒരൊറ്റ ഫീഡ്ബാക്ക് ഞാൻ പറയാം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഈ ലോകത്ത് എവിടെ പോയാലും ഇന്ത്യയിൽ ഒഴികെ, ഇന്ത്യ മാറ്റി നിർത്തിക്കോട്ടെ, ഈ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരു 12 വർഷത്തോളമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇവിടെ നമ്മൾ കാണുന്ന ബംഗാളികളായാലും പാകിസ്ഥാനികളായാലും ശ്രീലങ്കക്കാരായാലും ചൈനക്കാരായാലും ആഫ്രിക്കക്കാരായാലും ഇവരെല്ലാവരും അവരവർക്ക് പറ്റുന്ന, അവരവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ സംഭവം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുതരാം. ഇവിടെ ഫ്ലുവൻ്റായിട്ട് ചറ പച്ചവെള്ളം പോലെ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു വിചാരിക്കുക, അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൻ ഫ്ലുവൻ്റായിട്ട് പറയുന്ന കാര്യങ്ങളിൽ പകുതി കാര്യങ്ങൾ മറ്റാളുകൾക്ക് മനസ്സിലാവില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. നമ്മളെപ്പോലുള്ള ആളുകളുടെ, സാധാരണക്കാരുടെ ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ പച്ച പിടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുറി ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല ശമ്പളം മേടിച്ച് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറവല്ല. എവിടെ കുറവല്ല? ഇന്ത്യക്ക് പുറത്ത് കുറവല്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണോ, അവരുടെ എന്താ പറയുക കോളനി ആയതുകൊണ്ടാണോ എന്നറിയില്ല, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ ചിലപ്പോൾ പത്രത്തിൽ വന്നതോ. വെളുത്ത ആളുകൾക്കും ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കും പൈസക്കാർക്കും നമ്മുടെ നാട്ടിൽ, പിന്നെ ചില ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകൾക്കും സ്വീകാര്യത അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനം പല ആളുകളും കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം നേരിടുന്നത്. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്ന സാർ ഉൾപ്പെടെ കളിയാക്കുന്നത്. എന്ത്? ഇംഗ്ലീഷ് അറിയാത്ത, ഒരു കഴിവില്ലാത്ത ഒരുത്തനാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. എന്നാൽ ഇതേ പഠിപ്പിക്കുന്ന മാഷിനോട് പച്ചവെള്ളം പോലെ സായിപ്പ് സംസാരിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കുമോ? ഇല്ല, ആ മാഷ് സംസാരിക്കാൻ സാധ്യതയില്ല. എനിക്ക് ആ മാഷിനെ അറിയുന്നില്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഭൂരിഭാഗവും അങ്ങനെ സംസാരിക്കാൻ സാധ്യതയില്ല. നമ്മൾ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പൊതുവെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? മലയാളികളെ തന്നെ എടുക്കാം. നമ്മുടെ നാട്ടിൽ പുറത്തു നിന്നൊരാൾ വന്നു, ഒരു വിദേശി വന്നു, ഏതൊരു രാജ്യക്കാരനായിക്കോട്ടെ, ആ വിദേശി വന്നിട്ട് നമ്മുടെ മലയാളത്തിൽ പൊട്ടത്തരാണെങ്കിലും മണ്ടത്തരാണെങ്കിലും അവർ തപ്പിത്തടഞ്ഞ് മലയാളം പറയുന്നു എന്ന് വിചാരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ആളുകൾ ഭയങ്കരമായിട്ട് ഇവരെന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾക്ക് മനസ്സിലായി, പറഞ്ഞോളൂ, ഒരുപാട് സന്തോഷം കേട്ടോ, മലയാളമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയും. ഇതേ മലയാളികൾ തന്നെ കൂട്ടത്തിലുള്ളൊരു മലയാളി അവൻ്റെ ഭാഷയല്ലാത്ത, അവനറിയാത്ത വേറെ ഏതോ നാടിൻ്റെ സംസ്കാരം അനുസരിച്ച് ഉണ്ടായി വന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഭാഷയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൂടെ നിൽക്കുന്നവന് സംസാരിക്കാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മളൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ അപ്പം കളിയാക്കും. എടാ നീ എന്തിനാടാ അങ്ങനെ പൊട്ട ഇംഗ്ലീഷൊക്കെ പറയണതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? 99% ആളുകൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും. നമ്മൾ പറയും എനിക്കൊരു കഴിവില്ല അല്ലേ, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ വൈറലായിട്ട് നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാടാ, നിനക്ക് എന്ത് കഴിവുള്ള എന്നുള്ള സെൻറ്റൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്വയം കയറി വരും. എനിക്കൊരു കഴിവില്ലാത്ത ആളാണ് കേട്ടോ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി പോവും. ഈ സാധനമാണ് പൊതുവെ സംഭവിക്കുന്നത്. എന്നാൽ ഇതല്ലാതെ ഒരു ഓപ്ഷൻ വേറെ ഉണ്ട്. എന്താ ഓപ്ഷൻ എന്നറിയോ? എന്തായാലും നമുക്കൊരു കഴിവില്ല എന്ന് ഇവർ സ്റ്റാമ്പ് അടിച്ചു അല്ലേ, നമുക്കിനി എന്തും പറയാം, എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഇവിടെ കിട്ടുകയാണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപേക്ഷാ ഫോം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ പണ്ടൊക്കെ. അപ്പോൾ ഞാനും അമ്മയും കൂടി അപേക്ഷാ ഫോം കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മേനോൻ ചേട്ടൻ ചോദിച്ചാണ്, എടാ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ മകനൊക്കെ പഠിച്ചിട്ട് നാളെ കളക്ടർ ആവാൻ പോകാനാണോ, നിനക്ക് വല്ല കൂലിപ്പണിക്ക് പൊക്കൂടാ, +1 പോകാൻ പോയിക്കണോ, അതും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനേ. അന്ന് കമ്പ്യൂട്ടറിനെതിരൊക്കെ സമരം നടക്കുന്ന കാലം തോന്നിട്ടാ. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞേട്ടോ. അപ്പോൾ അങ്ങനെ കളിയാക്കിയ ആളുകളുണ്ട്. അല്ല, അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് പറയണം. അപ്പം അത് നമുക്ക് എന്ത് മാറ്റാൻ കഴിയും? നമുക്ക് ഈ സമൂഹത്തിലുള്ള ആളുകളുടെ ചിന്താഗതി ഒന്നും മാറ്റാൻ കഴിയില്ല. നമുക്ക് ആകെ മാറ്റാൻ കഴിയുന്നത് നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വേ ഓഫ് അപ്രോച്ച് മാത്രമേ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ എന്ന് പറയില്ലേ. ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതും മുറി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും പലപ്പോഴും മുറി ഇംഗ്ലീഷാണ് ബെറ്റർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ദുബായിൽ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ, ഫാർമസിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം.
അപ്പോൾ ഞങ്ങളുടെ ഒരു സീനിയർ ഫാർമസിസ്റ്റ് ഉണ്ട്, ഒരു ജൂനിയർ ഫാർമസിസ്റ്റ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ 3 പേരാണ് ആ ടൈമിൽ ഫാർമസിയിൽ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ ഒരു യൂറോപ്യൻ ആയിട്ടുള്ള ഒരു കസ്റ്റമർ വന്നു. അപ്പോൾ ഈ കസ്റ്റമർക്ക് omega-3 വേണം. omega-3 മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ മീനെണ്ണ ഗുളിക എന്ന് പറയില്ല, ആ സംഭവം വേണം. അപ്പോൾ ഇവിടെയൊക്കെ omega-3 DHA EPA എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി ആയിട്ടൊക്കെ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സീനിയർ ആയിട്ടുള്ള ഫാർമസിസ്റ്റിനെ ഏൽപ്പിച്ചു കൊടുക്കും, ശരിയാണല്ലോ. അപ്പോൾ ഞാൻ ഈ സീനിയർ ആയിട്ടുള്ള ആളെ ഏൽപ്പിച്ചു കൊടുത്ത്, ചേട്ടാ ഇവർ ഡീൽ ചെയ്തോളെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലുവൻ്റാണ്, നോർത്ത് ഇന്ത്യ എന്നുള്ള ഒരുത്തനാണ്. നമ്മുടെ കൂടെയുള്ള ജൂനിയർ ഫാർമസിസ്റ്റ് സുഡാനി എന്നുള്ളൊരു പയ്യനാണ്. അവന് ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് അറിയുന്നില്ല, തപ്പിത്തറഞ്ഞാണ് അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പയ്യൻ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഫാർമസിസ്റ്റ് എന്ത് ചെയ്തു? പച്ചവെള്ളം പോലെ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, നമ്മൾക്ക് വേറെ കസ്റ്റമർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് എന്താണ് പറയുന്നത്. ഇവൻ omega-3 ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്, അത് അങ്ങനെയാണ് ഇതാണ് കസ്റ്റമർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമർക്ക് എല്ലാം മനസ്സിലായി എന്നാണ് നമ്മൾ ചിന്തിക്കുക. കാരണം ഇവൻ ഫ്ലുവൻ്റ് ആയിട്ട് ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ കറക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, സായിപ്പ് സംസാരിക്കുന്ന അതേ ആക്സെൻറ്റിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 10 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഇതേ കസ്റ്റമർ 2 ബോട്ടിൽ എടുത്തിട്ട് വന്നു. ഒരു omega-3 EPAയും ഒരു omega-3 DHA എന്നൊരു സാധനം ഇട്ട് വന്നു. ഇതിൽ രണ്ടിൽ ഏത് മേടിക്കണമെന്ന് കസ്റ്റമർക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. omega-3 വേണമെന്ന് മനസ്സിലായി, പക്ഷേ omega-3 ഏത് വേണമെന്ന് അവൻ പറഞ്ഞതെന്ന് ഈ കസ്റ്റമർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്, നമ്മുടെ ജൂനിയർ ഫാർമസിസ്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ചോദിച്ചു, ഈ ജൂനിയർ പയ്യനോട് ചോദിച്ചു, ഇതിലേതാ നല്ലത്? അപ്പോഴേ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുടെ മുഖം പോയി. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 1/2 മണിക്കൂർ ഞാൻ ഈ കഥ പറഞ്ഞിട്ട് ഇവിടെ കഥകളി കളിച്ചിട്ട് താൻ എന്തിനാടോ അവിടെ പോയിട്ട് ആ ജൂനിയർ പയ്യനോട്, ഇംഗ്ലീഷ് പോലും അറിയാത്തവർ, അവനോട് എന്തിനാടോ അത് ചോദിക്കുന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജൂനിയർ പയ്യൻ ചോദിച്ചു, സാർ യുവർ പ്രോബ്ലം ഹിയർ ഓർ ഹിയർ? ഹിയർ ഓർ ഹിയർ? അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, ഹിയർ നോ പ്രോബ്ലം, ഓൺലി ഹിയർ പ്രോബ്ലം. അപ്പോൾ അവൻ പറഞ്ഞു, ഹിയർ പ്രോബ്ലം ദിസ് വൺ, ഫസ്റ്റ് വൺ, അതർ പ്രോബ്ലം സെക്കൻഡ് വൺ. കസ്റ്റമർ പറഞ്ഞു, ഫസ്റ്റ് വൺ ബില്ല് ചെയ്തോന്ന്. 2 ബോട്ടിൽ ഫസ്റ്റ് വൺ ബില്ല് ചെയ്തോന്ന്. 2 സെക്കൻഡിൽ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ കഴിഞ്ഞു. എന്ത് മനസ്സിലായി? ഇവിടെ ഇവൻ ഇംഗ്ലീഷിലൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ക്ലിയർ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. പ്രോബ്ലം ഹിയർ ഓർ പ്രോബ്ലം ഹിയർ. ഇതിൽ ഗ്രാമർ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം, സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് അല്ല, അവൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല, ഒന്നും കറക്റ്റ് അല്ല. പക്ഷേ ആ കസ്റ്റമർക്ക് കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നിങ്ങൾ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിച്ചാലും കേൾക്കുന്ന ആളുകൾക്ക് പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ സാധാരണക്കാർ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ നമ്മൾ എന്തിട്ടാണ് അവ പറയണേ, ആക്ഷൻ സിനിമയാണെങ്കിൽ മനസ്സിലാവും, ബാക്കി ഡയലോഗാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കില്ലേ, ആ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നേ. പിന്നെ അടുത്തൊരു സംഭവം, ഈ കൂടെ പഠിക്കുന്ന കുട്ടികളും മാഷുമാരൊക്കെ കളിയാക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന് പറയാൻ നല്ലത്, ഈ ഒരു പടത്തിൽ സിദ്ദിഖ് പറയുന്ന ഡയലോഗില്ലേ, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് നിനക്ക് ഇപ്പോഴല്ല അറിയാം. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിൻ്റെ കൂടെ പഠിച്ച, ഞാനുള്ള കാര്യം പറയട്ടോ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 3rd ഇയർ ആയപ്പോൾ ഈ TCS, വിപ്രോ, മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വലിയ പേര് കേട്ട കമ്പനികൾ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഓടിപ്പടച്ച് ചെല്ലുന്നല്ലോ ക്യാമ്പസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവർ എല്ലാവരും ഇരിക്കുന്നു. അവർ ആദ്യം പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, മിനിമം 60% മാർക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഉള്ള ആളുകൾ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ എന്നെപ്പോലുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നു, കാരണം നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 60% മാർക്ക് ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോന്നു, നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. അങ്ങനെ ഒരുപാട് പേരുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പല ആളുകൾക്കും ജോലി കിട്ടി. 2007 കോളേജ് പാസ് ഔട്ട് ആവുന്നതിന് മുൻപ് തന്നെ 12,000-14,000 രൂപ ശമ്പളത്തിൽ ജോലി കിട്ടിയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര വിഷമിച്ചുകൂടാ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, നമുക്കൊരു കഴിവില്ലല്ലോ, നമ്മളൊക്കെ ഒന്നിനും കൊള്ളില്ലല്ലോ, ചേടാ എന്താ ചെയ്യുക, നമുക്കൊന്നൊരു ജോലി കിട്ടില്ല, നമുക്കൊന്നും പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ, നമുക്കൊന്നും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആകെ വിഷമിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5-10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇന്ന് ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. ദൈവമേ, അന്ന് എനിക്ക് 60% മാർക്ക് ഇല്ല, ഞാൻ നന്നായി 60% മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ ശമ്പളത്തിൽ നാട്ടിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടായേനെ. ഇന്നത്തെ ഈ ഒരു നിലയിൽ നമ്മുടെ ദൈവം എത്തിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് അന്ന് 60% കുറവ് മാർക്കായതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്നേ, മനസ്സിലായില്ലേ? അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ പഠിച്ചെടുത്ത മാർക്കോ റാങ്കോ ഒന്നും എവിടെയും ചോദിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഡിഗ്രി പഠിച്ചിറങ്ങി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങി ഒരു ജോലിക്ക് CV കൊണ്ട് ചെല്ലുമുണ്ടല്ലോ, സാറേ എൻ്റെ CV ഇതാട്ടാന്ന് പറഞ്ഞ് CV കൊടുക്കുമ്പോൾ നിനക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്ന് 99.9% കമ്പനികളും ചോദിക്കില്ല.
അവർ ചോദിക്കുന്ന ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ നോക്കുന്ന ഒരേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവൻ്റെ ഉള്ളിൽ അതിനുള്ള ഒരു കാലിബർ ഉണ്ടാ, ഇവൻ അതിനുള്ള ആളുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകും. മറ്റൊരു ഉദാഹരണം കൂടി പറയാട്ടാ. ഞാനും എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ, നല്ല മാർക്കോട് കൂടി പഠിക്കുന്ന ഒരു പയ്യനാണ്, നല്ല പയ്യനാണ് അവൻ. പലപ്പോഴും പരീക്ഷയ്ക്ക് കിട്ടാത്ത ചോദ്യമൊക്കെ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ വലിയ വലിയ കമ്പനികളൊക്കെ ഒരേപോലെ ചിന്തിക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? ഒരു ആപ്പിൾ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ സാംസങ് അപ്പം തന്നെ ഇറക്കും. നമ്മൾ ഒരിക്കലും കോപ്പി അടിയെന്ന് പറയില്ല. പ്രശസ്തർ ഒരേപോലെ ചിന്തിക്കുന്നു, പ്രഗത്ഭർ ഒരേപോലെ ചിന്തിക്കുന്നു മാത്രമേ പറയുള്ളൂ അല്ലേ? ടൊയോട്ട ഒരു സാധനം ഇറക്കിയാൽ നിസാൻ അപ്പം തന്നെ അതേപോലത്തെ ഒരു സാധനം ഇറക്കും. അപ്പോൾ അതേപോലെ അവൻ പഠിച്ച സാധനങ്ങൾ അവൻ പലപ്പോഴും എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും അവനും കൂടി ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇവനാണ് എനിക്കെല്ലാം പറഞ്ഞു തരുന്നത്. എന്ത് ഹാർട്ടിൻ്റെ അനാട്ടോമി എങ്ങനെയാണത് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണമല്ലോ. അപ്പോൾ ഇവൻ എന്നെ എല്ലാം പഠിപ്പിച്ച് തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നൈയിൽ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇവനോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇവനെല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനെല്ലാം പറഞ്ഞുടാ, ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പകുതി കാര്യങ്ങൾ പറഞ്ഞു. പകുതിയപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ സാർ എനിക്കിതൊന്നും അറിയില്ല, എനിക്കിത് കാര്യങ്ങൾ പഠിപ്പിച്ചെന്നാലും ഞാൻ അത് വിറ്റോളാം, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്, അവനുള്ളെങ്കിൽ ആകെ ഒരു വേക്കൻസിയല്ലേ ഉള്ളൂ, നമ്മളെ വിളിക്കാൻ സാധ്യതയില്ല. കാരണം ഇത്രയും നന്നായി പഠിക്കുന്ന ഇത്രയും പെർഫോം ചെയ്യുന്ന അവനുള്ളപ്പോൾ നമ്മളെ പിന്നെ എങ്ങനെ വിളിക്കാനാ? അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോൾ വന്നു. ആർക്ക്? എനിക്ക് കോൾ വന്നു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവൻ PSC ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അവന് ഗവൺമെൻറ് ജോലി മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് എന്തായി, നമുക്ക് ആ ജോലി കിട്ടി. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു എന്ന് പറയില്ലേ? അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് നിനക്കിത്തിരി മാർക്ക് കുറഞ്ഞാലും നിനക്കിത്തിരി പഠിപ്പ് കുറഞ്ഞാലൊന്നും ഒരു വിഷയമില്ല കേട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റാങ്ക് കിട്ടി ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിട്ട് ഇരിക്കേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരൊന്നും എല്ലാവരൊക്കെ ഈ ഒരു പഠന കാലഘട്ടം, കോളേജ് കാലഘട്ടം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചുണ്ടാക്കിയെടുത്ത മാർക്കിൻ്റെ ഒക്കെ പ്രാധാന്യം അവിടെ കഴിഞ്ഞു. പഠിക്കണ്ടെന്നോ മാർക്ക് വേണ്ടെന്നോ അല്ലട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അത്തരത്തിൽ ആരും തെറ്റിദ്ധരിക്കരുത്. നന്നായി പഠിക്കണം, നല്ല മാർക്കും മേടിക്കണം. പക്ഷേ മാർക്ക് മേടിച്ചതുകൊണ്ടല്ല ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതായത് മറ്റൊരു കുട്ടീനെ അല്ലെങ്കിൽ മറ്റൊരാളെ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇത് കാണുന്ന നിങ്ങൾ ടീച്ചറാണെങ്കിൽ, മാഷാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഒരു ഒരു മാതാപിതാക്കളാണ്, അച്ഛനാണ് അമ്മയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. മറ്റു കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ പറയാൻ പാടില്ല നീ എന്ത് നോക്കടാ, അപ്പുറത്തെ കുട്ടീനെ നോക്കടാന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം മറ്റു മാഷുമാരെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്താൽ നിങ്ങൾ ഭയങ്കര മോശം മാഷുമാരും ടീച്ചർമാരാവും. മറ്റു അച്ഛനമ്മമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും മോശം അച്ഛനമ്മമാരാവും അല്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സ്റ്റുഡൻസോ നിങ്ങളെ അത്തരത്തിൽ കമ്പയർ ചെയ്ത് കണ്ടിട്ടില്ല. അത്തരത്തിൽ കമ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെയിൻ മനസ്സിലാകാത്തത്. അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം യഥാർത്ഥ കഴിവ് എന്നൊക്കെ പറഞ്ഞ് വേറെ എവിടെയൊക്കെ എടുക്കുന്ന സംഭവമാണെന്ന് പറയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന പയ്യന്മാർ, ചേട്ടാ ഇത്ര നേരം ബുദ്ധിമുട്ടും മോട്ടിവേഷനൊക്കെ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാന്നാണെന്നല്ലേ? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇപ്പം നിനക്കൊരു 17-18 വയസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ 20 വയസ്സായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുക ചിലപ്പോൾ ഒരു 25-ാമത്തെ 26-ാമത്തെ വയസ്സിലൊക്കെയോ. അടുത്ത ഒരു 5-6 വർഷമുണ്ട്. ഈ 5-6 വർഷം നമുക്ക് എന്ത് ചെയ്യണം? ഡെയിലി ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസ് വെച്ച് പഠിച്ചാൽ മതിയെന്നേ. ഡെയിലി ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസ് വെച്ച് പഠിക്കുക. ആ സെൻറ്റൻസ് അന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം. എന്ന് തൊട്ട് ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഹലോ ഹൗ ആർ യു എന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ വഴിയിൽ കാണുന്ന എല്ലാവരോടും ചേട്ടാ ഹലോ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ 10 ആളോട് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ഇൻഹിബിഷൻ, നമ്മുടെ ഒരു മടി അല്ലെങ്കിൽ ഒരു തടസ്സം അവസാനം മാറി കിട്ടും. ഇന്ന് ഹലോ ഹൗ ആർ യു പറഞ്ഞു, രാത്രി വീട്ടിൽ പോയിട്ട് ഒരു പുതിയ ഇംഗ്ലീഷ് സെൻറ്റൻസോടും പഠിക്കുക. ഗൂഗിളിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് കണ്ടുപിടിച്ചോ. നമ്മുടെ ചാനലിൽ തന്നെ കുറേ പലതും എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഹലോ ഹൗ ആർ യു പറഞ്ഞില്ലേ. അടുത്തത് ചേട്ടാ വാട്ട് ഈസ് യുവർ നെയിം, ചേട്ടാ വാട്ട് ഈസ് യുവർ നെയിം, അതെന്നെ പറഞ്ഞോ. നെക്സ്റ്റ് ദിവസം ഹലോ ഹൗ ആർ യു വാട്ട് ഈസ് യുവർ നെയിം. രണ്ടാമത്തെ ദിവസത്തേക്ക് രണ്ടാമത്തെ ഡയലോഗായി. അടുത്ത 5 കൊല്ലം കൊണ്ട് 365 × 5 1800-1900 ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നിങ്ങൾ സംസാരിക്കാറാവും അടുത്ത 5 കൊല്ലം കൊണ്ട്. 1800 മലയാളം സെൻറ്റൻസ് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം പോലെ മലയാളത്തിൽ സംസാരിച്ചൂടെ? അതന്നെ ഇംഗ്ലീഷിലും ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഗ്രാമറും പഠിക്കാൻ പോണ്ട, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കാൻ പോണ്ട, ഒന്നും പഠിക്കാൻ പോണ്ട. ഇന്ന സാഹചര്യത്തിൽ ഇന്ന ഡയലോഗാണ് വരിക, ആ ഡയലോഗ് എടുത്ത് ഇവിടെ ഇടുക. അങ്ങനെ ഒരു 1800 ഡയലോഗ് നമ്മുടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചെസ് കളി പോലെ ഈ സെൻറ്റൻസാ, ഈ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും എടുത്ത് വെക്കാം. നല്ലത്, വളരെ നല്ലത്, ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ 3 രീതിയിലുള്ള സെൻറ്റൻസുകളൊക്കെ കുറേ കഴിയുമ്പോൾ നമ്മളിൽ സ്റ്റോക്ക് ആവും. ഇവന് എത്ര നല്ല സെൻറ്റൻസ് വേണ്ട, ഇവന് മോശം സെൻറ്റൻസ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് സെൻറ്റൻസുകൾ മാറ്റി ഉപയോഗിക്കാറാവെന്ന് പറയില്ലേ. സ്റ്റഡീസ് പോലും പറയുന്നത് 95% കോൺവെർസേഷനുകളും 100 കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 95% കോൺവെർസേഷനും ഇംഗ്ലീഷ് അറിയാത്ത, ഇംഗ്ലീഷ് നേറ്റീവ് ഭാഷ അല്ലാത്ത ആളുകൾ തമ്മിലാണ് നടക്കുന്നത്. 5% മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ ഇടയിൽ നടക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള കുറച്ച് വേർതിരിവുകളൊക്കെ വകതിരിവില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായതുകൊണ്ട്
നമ്മൾ ആ ഒരു കൾച്ചറിലാണ് വളർന്നു വരുന്നത്. അത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണെന്ന് മാത്രം കരുതി അതിനെ തിരുത്താൻ പോവാതെ, അതിൽ വിഷമിക്കാതെ അത് ഒരു ചലഞ്ചാക്കി എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്ക് ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പല സാഹചര്യങ്ങളും നിർത്തിയില്ലേ, പല സെൻറ്റൻസുകളും ഞാൻ കംപ്ലീറ്റ് ആക്കണം നിർത്തിയിട്ട് അടുത്ത സെൻറ്റൻസ് തുടങ്ങി പോയിട്ടുണ്ടാവും. ഇതേ സാധനം ഇംഗ്ലീഷിലും ചെയ്യും. ഇതേ സാധനം നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുമ്പോഴാണ് പലരും പറയാടെ അവനൊരു സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് ആക്കാൻ അറിയുന്നില്ല, അപ്പോൾ ഒരു സെൻറ്റൻസ് പകുതിക്ക് നിർത്തിയിട്ട് വേറെ തുടങ്ങി പോയല്ലോ. നമ്മൾ മലയാളത്തിൽ ഇത് പറയുമ്പോൾ ഒരിക്കലും നമ്മളിത് ആവർത്തിക്കില്ല, അല്ലെങ്കിൽ നമ്മളിത് പറയില്ല. നിങ്ങളൊരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ടേ നിങ്ങൾക്കൊരു ഇംഗ്ലീഷിലൊരു സാധനം കിട്ടണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ വരൂലേ? നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് മലയാളത്തിൽ പറഞ്ഞു നോക്ക്. അപ്പം നമുക്ക് മനസ്സിലാവും ജനിച്ചു വളർന്ന അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുന്ന സ്വന്തം മലയാളത്തിൽ പ്രോപ്പറായിട്ട് 2-3 സെൻറ്റൻസ് പറയാൻ പറഞ്ഞാൽ ഒരു 5 ടേക്ക് പോകണം. പ്രോപ്പറായിട്ടൊരു സെൻറ്റൻസിൽ പ്രോപ്പറായിട്ട് എന്താ പറയുക, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ മലയാളത്തിലൊരു സെൻറ്റൻസ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്നാലല്ലേ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ വരുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴുണ്ടാവും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഡെവലപ്പായിട്ട് വരും. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കളിയാക്കുന്ന മാഷ്മാരും ടീച്ചർമാരും ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ആര് വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ മണ്ടെന്നുള്ളൊരു ഒരു ലേബൽ നിനക്ക് കിട്ടിക്കോട്ടെ, പ്രശ്നമില്ല. അതൊരു അഡ്വാൻറ്റേജ് ആക്കി മനസ്സിൽ വെച്ചിട്ട് വായ തോന്നിയ പൊട്ടത്തരൊക്കെ നാളെ തൊട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ അവരോട് സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ച് പഠിക്കേ. അവർ നിന്നെ കളിയാക്കാൻ വരും. അതിൽ കൂടുതലൊന്നും ചെയ്യില്ലല്ലോ. അതിപ്പോൾ നീ സംസാരിച്ചില്ലെങ്കിൽ അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ തൊട്ട് ഇംഗ്ലീഷിൽ അവരോട് സംസാരിക്കേ. പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്തത് അത്യാവശ്യം തട്ടിമുട്ടിക്ക് ജയിച്ചാൽ മതിടാ. ജയിച്ചതിന് ശേഷമേ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ മാർക്കല്ല, സ്കില്ലാണ് മുഖ്യം. നിനക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷനുള്ള സ്കില്ലുണ്ടെന്നെങ്കിൽ, ആൾക്കാരോട് പെരുമാറാൻ അറിയുന്നുണ്ടെങ്കിൽ, മറ്റൊരാളെ കണ്ടാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ, നന്നായി ഡ്രസ്സ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ അതൊക്കെ മതി അല്ലേ? അപ്പോൾ ഈ വീഡിയോന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ളത് കിട്ടി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.